ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല അടിപൊളി മാങ്ങാക്കറിയാണ്. നല്ല പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക മാങ്ങാക്കറിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക. നല്ല ഇങ്ങനെ ഇത്തിരി കട്ടിയിലെടുക്കണ കറി, ഇങ്ങനെ ഭയങ്കര വെള്ളം പോലെ ഒഴിച്ചുകറി പോലെ കഴിക്കണതല്ല, ഒരു സൈഡായിട്ട് കഴിക്കണ ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ പുളിയും എരിവും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങക്കറി വെക്കാൻ തുടങ്ങിയാലോ. അപ്പം നമുക്കിന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു കറി വെച്ചാലോ. ഇതിന് എലിശ്ശേരി എന്നും പറയും തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയില്ല. നല്ല രസമുള്ള കേട്ടോ. ഇത്തിരി ചെനച്ച മാങ്ങ കിട്ടുകയെന്ന് വെച്ചാൽ അത് എടുക്കുക വെച്ചാൽ നന്നായി. ഞാൻ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെനച്ചൊന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ചെറിയൊരു മഞ്ഞ നിറമാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മാങ്ങ എടുക്കുക നല്ലത് കേട്ടോ. അപ്പോൾ ഇത്തിരി പുളിയും ഉണ്ടാവും, ഇത്തിരി ഒരു മധുരവും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ മാങ്ങയുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പം മാങ്ങ ഞാൻ നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ അച്ചാറിന് നുറുക്കിയെടുക്കില്ലേ, അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മാങ്ങ 2 എണ്ണം ഫുള്ളും എടുത്തില്ല. നല്ല പുളിയാണ്, പഴുത്താൽ നല്ല രസമുണ്ടാവും, പക്ഷേ ഭയങ്കര പുളി. ചെനച്ചാൽ നല്ല പുളിയുള്ള കാരണം ഞാൻ ഫുള്ളും എടുത്തില്ല. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് 2 എണ്ണം ഫുള്ളും എടുക്കാം. അപ്പം ഞാനിത് ഒരു മാങ്ങ ഫുള്ളും പിന്നെ അതിൻ്റെ ഒരു പകുതി മാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഇതിവിടെ സൈഡിലേക്ക് ഇരിക്കട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. ഇതിലേക്ക് ഒരു വലിയൊരു സവാള ഫുള്ളും എടുക്കണം കേട്ടോ. ഈ ഒരു സവാള വേണം, കറിവേപ്പില, പിന്നെ ഒരു പീസ് ഇഞ്ചി, പിന്നെ 3-4 പച്ചമുളക്. ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാമല്ലോ. ഇത് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 3 നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവാള കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചെറുതാക്കിയിട്ട് വേണം ഒന്ന് നുറുക്കിയെടുക്കാൻ. ഇതിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കളയട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കില്ല, ഇങ്ങനെ അരിഞ്ഞിട്ട് വേണം. ഇതിപ്പോൾ ഇങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. സവാള വഴറ്റുക അങ്ങനെ ഒന്നും ഇതിൽ ചെയ്യില്ല. അപ്പം നന്നായി ചെറുതാക്കി സവാള കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം വേണം. അപ്പോൾ നാളികേരം ഒന്ന് ചെരുകി എടുത്തിട്ട് വരട്ടാം കേട്ടോ. ഞാൻ നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ട്. നാളികേരം കുറച്ചധികം വേണം. ഒരു ചെറിയൊരു മീഡിയം സൈസുള്ള നാളികേരം ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ നല്ല വലിയ നാളികേരമാണെങ്കിൽ അതിൻ്റെ പകുതി, മീഡിയമായ കാരണം ഞാൻ ഫുള്ള് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി വേണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഒന്നും അത്ര അധികം ആവാൻ പാടില്ല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി, ഇപ്പോൾ നാളികേരവും മാങ്ങയൊക്കെ ഒരു ചെറിയ അളവിലെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയുടെയൊക്കെ അളവൊന്ന് ഇത്തിരി കുറയ്ക്കണം കേട്ടോ. മല്ലിപ്പൊടിയുടെ കുത്തൊന്നും അധികം ആവാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മുളക് പൊടി വേണം കേട്ടോ. ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. ഇപ്പം ഞാൻ ഒരുവിധം നമ്മുടെ മുളകും മല്ലിയും ഒക്കെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ജീരകം വേണമെങ്കിൽ മുളകും മല്ലി അരയ്ക്കുന്ന സമയത്ത് അരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് കടുക് വേണം നമുക്ക്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നും കൂടിയും അരച്ചു കൊണ്ടുവരാം നമുക്ക്. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം വെള്ളം ചേർത്ത് നമ്മളെ എന്താ ഒഴിച്ചുകറിയൊക്കെ ഉണ്ടല്ലോ, ചാറുകറി വെക്കുന്ന പോലെ കുറേ വെള്ളം ഒഴിച്ച് ഇത് അരച്ചെടുക്കരുത്. ഇത് ഇത്തിരി കട്ടിയായിട്ട് എടുക്കണ ഒരു കറിയാണ് കേട്ടോ, വെള്ളം പോലെ ഇരിക്കുന്ന കറിയല്ല. അപ്പോൾ നാളികേരം അരയ്ക്കുന്ന സമയത്ത് അധികം വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി പോലെ എടുക്കണം നമുക്കിത്. നാളികേരം വേവണം. പിന്നെ ഇതിലേക്ക് ഇടാൻ ഞാൻ പറയാം. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട്, നമ്മൾ മൺചട്ടി ഏത് പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, ഓയിലൊന്നും ആഡ് ചെയ്തിട്ട് ചെയ്യരുത് കേട്ടോ. നമ്മുടെ ഇതൊക്കെ നാടൻ കറികളാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഒഴിക്കണം കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ ഇതിനി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം
കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് കുറച്ച് കേട്ടോ, ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടാൽ മതി. അരത്തോട് വരെ ഇടാം. പിന്നെ ഉലുവ കുറച്ച് മതി കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില, ഇത് എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരണം കേട്ടോ. നമ്മളുടെ അരപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. മാക്സിമം കിട്ടുന്ന അത്ര മിക്സിയുടെ ജാറിൽ നിന്ന് എടുക്കണം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായി ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടൊന്ന് മിക്സ് ആവണം. അതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ, ഒന്ന് തിളയ്ക്കണം. ഇനി ഇതിൽ കിടന്നിട്ടാണ് നമ്മുടെ സവാള, മാങ്ങ ഇതൊക്കെ വെന്ത് വരേണ്ട. ഈ ഇതിൽ കിടന്നിട്ടാണ്, ഈ കൂട്ടിലാണ് കിടക്കുന്നത്. അല്ലാണ്ട് ഇതിൽ ഇനി സവാള വഴറ്റുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ഇത് കിടന്ന് നന്നായി തിളയ്ക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, പിന്നെന്താ പച്ചമുളക് ഉണ്ടല്ലോ അതെല്ലാം ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ വെള്ളം ഒട്ടുമില്ലാത്ത തന്നെ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണമെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചോട്ടോ. നമ്മളിനി ഇതെല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മാങ്ങ ഇപ്പോൾ കട്ട് ചെയ്ത് ഇപ്പോൾ ആഡ് ചെയ്യണ്ട കേട്ടോ. മാങ്ങ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. എന്നിട്ടത് ഇതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ അങ്ങനെ പൊള്ളും. പിന്നെ ഇതൊന്ന് ഈ സവാളയും ഇഞ്ചിയും പിന്നെന്താ പച്ചമുളകും ഇതിലൊന്നും കിടന്ന് വേവട്ടെ കേട്ടോ. ഒന്ന് തിളക്കിയിട്ട് ഇതിൽ കിടന്നിട്ട് എന്നിട്ട് അതൊന്ന് വാടി വരണം. അപ്പോൾ ഇതിൽ തന്നെ കിടന്ന് വാടും കേട്ടോ, ഒരു കുഴപ്പമില്ല. ആ വാടും, നമുക്ക് തോന്നും വാടുമെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് ഓൾറെഡി ചൂടായിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഇതിലൊന്ന് കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സവാളയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടപ്പൊട്ടി തെറിക്കുകയാണ്. അപ്പോൾ ഒന്ന് തീ സിമ്മിയ. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചാൽ മതി. ഭയങ്കര വേവൊന്നും ഇല്ലല്ലോ മാങ്ങയ്ക്ക്. പിന്നെ ഈ ചൂടോടുകൂടി തന്നെ അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ആവും. അങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണമെങ്കിൽ തീ ഒന്ന് സിമ്മി ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി. നമ്മുടെ മാങ്ങാക്കറി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കിടന്ന് മാങ്ങയൊക്കെ ഒന്ന് വേവട്ടെ കേട്ടോ. ഇതിൽ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തീ സിമ്മാക്കിയിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആകെ പൊട്ടിത്തെറിച്ച് നമ്മുടെ സ്റ്റൗവൊക്കെ ഒരുവിധം ആവും. അപ്പോൾ തീ ഒന്ന് സിമ്മ് ചെയ്തൊന്ന് ആവാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കണം. മനുഷ്യൻ്റെ കൈമേലേക്ക് പൊട്ടിത്തെറിച്ചിട്ട് ഭയങ്കര പാടായിരുന്നു. അപ്പോൾ തീരെ നിവൃത്തിയില്ലാണ്ടായപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഉപ്പ് കുറവുണ്ടോയെന്നൊക്കെ വെള്ളം ഒഴിക്കണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്, വെള്ളം തിളപ്പിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിൻ്റെ ഉപ്പൊന്ന് കുറവുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വേണമെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങയും സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായി വെന്ത് നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള ഒരു മണമാണ്. എനിക്ക് ഇത്തിരി പുളിയോടുകൂടി വെക്കണത് ഇഷ്ടം. ഇനിയിപ്പോൾ പുളിയില്ലാത്ത മാങ്ങ കൊണ്ട് വെക്കണത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് അങ്ങനെയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല. എനിക്ക് പിന്നെ പുളി ഇഷ്ടമുള്ള കാരണം ഇത്തിരി പുളിയുള്ള മാങ്ങ കിട്ടിയപ്പോൾ അങ്ങനെ വെച്ചതാണ്. ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മധുരം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
പഞ്ചസാരയല്ല, ഞാൻ ശർക്കരയുടെ പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യണത്. കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു എന്താ പറയുക, നമ്മൾ ആ ശർക്കരയും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര കേട്ടോ. അപ്പോൾ ഏതാണ് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. എന്തുണ്ട് ഇനി ലാസ്റ്റ് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. എന്ത് പേര് വേണമെങ്കിൽ മാങ്ങാക്കറി എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. വാങ്ങിയിട്ട് വയ്ക്കണ തന്നെ മാങ്ങാക്കറി എന്ന് അറിയാം. ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക. ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്താലും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ. ലൈക്കൊക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾ ലൈക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ ലൈക്കൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നാടൻ കറികളായിട്ട് ഇനി ഞാൻ വരാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.